സംസ്ഥാനത്ത് സൂര്യതാപമേറ്റ് യുവാവ് മരിച്ചു. കിണർ പണിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചത് കണ്ണൂർ പള്ളിപ്പൊയിൽ സ്വദേശി സനൽകുമാർ. സംസ്ഥാനത്ത് 3 പേർക്ക് സൂര്യതാപമേറ്റു. 2 ദിവസം കൂടി ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ കടുത്ത ചൂട് തുടരും. തിരുവനന്തപുരം ചിറയിൻകീഴ് പാമ്പ് കടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന് വിട. സംസ്കാരം നടത്തി. മൂലയിൽ വീട്ടിൽ ദിലീപ്, അനു ദമ്പതികളുടെ മകൻ ദിക്ഷലിന് കടിയേറ്റത് ഉറക്കത്തിനിടെ. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് കുടുംബം. റിപ്പോർട്ട് തേടി DMO. ചിറയിൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. തൃശൂർ പൂരത്തിൽ ആചാരപരമായ ആഘോഷം മാത്രം. വെടിക്കെട്ട് ഒഴിവാക്കി. കുടമാറ്റം 15 മിനിറ്റ്. തീരുമാനം ദേവസ്വം മന്ത്രി വിളിച്ച യോഗത്തിൽ. സ്ഫോടനം നടന്ന മുണ്ടത്തിത്തോട് നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും റെക്കോർഡ് പോളിംഗ്. ബംഗാളിൽ പോളിംഗ് ശതമാനം 90-ലേക്ക്. തമിഴ്നാട്ടിൽ 82.24. പശ്ചിമ ബംഗാളിൽ വ്യാപക സംഘർഷം, കനത്ത സുരക്ഷ. വോട്ട് ചെയ്ത് പ്രമുഖർ. ജോസ് കെ മാണിയെ നിയുക്ത MLA എന്ന് വിശേഷിപ്പിച്ച് പാലായിൽ ഫ്ലക്സ് ബോർഡുകൾ. പാലാ കടപ്പാട്ടൂരിലാണ് ഫ്ലക്സ്. കടപ്പാട്ടൂർ പൗരാവലിയുടെ പേരിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലക്സിൽ ജനനായകൻ പാലായുടെ MLA എന്നും ജോസ് കെ മാണിയെ വിശേഷിപ്പിച്ചു. ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിനെക്കുറിച്ച് അറിവില്ലെന്ന് കേരള കോൺഗ്രസ് M നേതൃത്വം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി മറ്റന്നാൾ. തലശ്ശേരി സെഷൻസ് കോടതിയിൽ വാദം പൂർത്തിയായി. അധ്യാപകർക്കെതിരെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കി പബ്ലിക് പ്രോസിക്യൂട്ടർ. മരണത്തിൽ പങ്കില്ലെന്ന അധ്യാപകരുടെ അഭിഭാഷകൻ കോടതിയിൽ. കോഴിക്കോട് വൻ MDMA വേട്ട. 3 കോടി രൂപ വിലമതിക്കുന്ന ലഹരി സൂക്ഷിച്ചത് കാറിന്റെ ബോണറ്റിൽ. പിടിയിലായത് കച്ചേരിക്കൽ സ്വദേശി ഷഹീഖ്, അടിവാരം സ്വദേശി ഫാത്തിമ നസ്രീൻ എന്നിവർ. ഹോർമൂസിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം ലഭിച്ചതായി ഇറാൻ ഡെപ്യൂട്ടി സ്പീക്കർ. എത്ര തുക ലഭിച്ചെന്നോ ഏത് രാജ്യത്തു നിന്നുള്ള കപ്പലിൽ നിന്നാണ് തുക ഈടാക്കിയതെന്നോ ഇറാൻ വെളിപ്പെടുത്തിയില്ല. കടത്തിവിടുന്ന ഓരോ ചരക്ക് കപ്പലിൽ നിന്നും $20 ലക്ഷം പിരിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ഇറാന് ടോൾ നൽകുന്ന കപ്പലുകളെ US നാവിക കപ്പലുകൾ നിരീക്ഷണ വലയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നാവിക കേന്ദ്രങ്ങളിലൂടെയുള്ള അമേരിക്കയുടെ ഉപരോധം നീക്കാതെ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കില്ലെന്ന് ഇറാൻ. നിർമ്മാതാവ് മുരളി കുന്നുംപുറത്തിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സുമതി വളവ് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും. സിനിമ നഷ്ടമാണെന്ന് ആരോപിക്കുന്ന നിർമ്മാതാവ് ചിത്രത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്ന് തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള. ചിത്രത്തിന്റെ നിർമ്മാണത്തിന് വലിയ ചിലവ് വരുമെന്ന് നേരത്തെ മുരളി കുന്നുംപുറത്തിനെ അറിയിച്ചിരുന്നു. സിനിമയിൽ അഭിനയിച്ച പലർക്കും നിർമ്മാതാവ് പ്രതിഫലം നൽകിയിട്ടില്ലെന്നും ആരോപണം. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.